എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്, 3 വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം എന്ന പാഠഭാഗമാണ്. നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി, ആ സാമ്രാജ്യത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു, ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ പാഠത്തിൽ സോഷ്യൽ ഹൈറാർക്കീസ് അഥവാ സാമൂഹിക ശ്രേണികളെ പറ്റിയാണ്. സാമൂഹിക ശ്രേണികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ സാമൂഹിക വിഭാഗങ്ങളാണ്. അതായത് ഒരു സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ടാവും, അവരുടെ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് സോഷ്യൽ ഹൈറാർക്കീസ് അല്ലെങ്കിൽ സാമൂഹിക ശ്രേണികൾ എന്ന് പറയുന്നത്. അത് പറയുന്നതിന് മുമ്പേ നമുക്കിവിടെ ഫ്രാങ്കിൻസിൻസിനെ പറ്റി പറയാനുണ്ട്. അഥവാ കുന്തിരിക്കം എന്താണ്? നമ്മൾ കുന്തിരിക്കൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സാമ്പ്രാണിയിലും സുഗന്ധദ്രവ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരുതരം മരക്കറയുടെ യൂറോപ്യൻ നാമമാണെന്ത്? കുന്തിരിക്കം എന്ന് പറയുന്നത്. ബോസ്വെല്ലിയ മരങ്ങളിൽ നിന്നാണ് ഈ കുന്തിരിക്കം ചോർത്തിയെടുക്കുന്നത്. അതാണ് അവിടെ പഠിക്കാനുള്ളത്. ഏത് മരത്തിൽ നിന്നാണ് കുന്തിരിക്കം ചോർത്തിയെടുക്കുന്നത് വൺവേഡായിട്ട് ചോദിക്കും. ഏതാണ്? ബോസ്വെല്ലിയ മരമാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ സാമൂഹ്യ ശ്രേണികൾ എന്നുള്ള സോഷ്യൽ ഹൈറാർക്കീസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. റോമാ സാമ്രാജ്യത്തിൽ വ്യത്യസ്തമായ അനേകം സാമൂഹ്യ വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. അതായത് റോമാ സാമ്രാജ്യത്തിൽ എന്തായിരുന്നു? നിരവധി ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രകാരനായ ടാസിറ്റസ്, അതായത് ഒരു ഹിസ്റ്ററിയനായ ടാസിറ്റസ് ആദിമ റോമാ സാമ്രാജ്യത്തിലെ പ്രധാന സാമൂഹിക വിഭാഗങ്ങളെ 5ആയി തിരിച്ചിട്ടുണ്ട്. ആരാണ് റോമാ സാമ്രാജ്യത്തിൽ സാമൂഹ്യ വിഭാഗങ്ങളെ തരംതിരിച്ചത്? ടാസിറ്റസ് എന്ന ചരിത്രകാരൻ. അദ്ദേഹം 5ആയിട്ടാണ് തരംതിരിച്ചത്. അവർ ഏതൊക്കെയാണ്? ഇവരെ പറ്റി എക്സാമിന് ചോദിക്കും കേട്ടോ, ആ സാമൂഹ്യ വിഭാഗങ്ങളെ പറ്റി. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തേത് സെനറ്റർമാർ അഥവാ പാട്രസ്. രണ്ടാമത്തേത് അശ്വാരൂഢ വിഭാഗത്തിലെ അല്ലെങ്കിൽ അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ, ഇക്വൈറ്റ്സ്. മൂന്നാമത്തേതിൽ ജനങ്ങളിലെ ആദരണീയ വിഭാഗം അഥവാ മധ്യവർഗം. നാലാമത്തെ വിഭാഗമാണ് സർക്കസിനോടും രംഗപരമായ പ്രദർശനങ്ങളോടും ആസക്തരായ കീഴാള വർഗ്ഗങ്ങൾ. അടുത്ത 5ആമത്തെ വിഭാഗമാണ് അടിമകൾ അഥവാ സ്ലേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി: സെനറ്റർമാർ, പിന്നെ അശ്വാരിയുടെ വിഭാഗത്തിലെ പ്രമുഖർ, മധ്യവർഗം, കീഴാള വർഗം, പിന്നെ അടിമകൾ. അതിൽ നമുക്ക് സെനറ്റർമാരെ പറ്റി നോക്കാം. സെനറ്റർമാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ വിഭാഗമായിരുന്നു സെനറ്റർമാർ. അവർ ഭൂമിയുടെ ഭൂ ഉടമകളായിരുന്നു സെനറ്റർമാർ. 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1000-ത്തിലധികം സെനറ്റർമാർ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ പകുതിയോളം പേർ ഇറ്റാലിയൻ കുടുംബങ്ങളിൽ നിന്നാണ് വന്നത്. എന്താണ് പറയുന്നത്? റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നമായ വിഭാഗമായിരുന്നു സെനറ്റർമാർ. അവർ ഭൂമിയുടെ ഉടമകളായിരുന്നു. അവരെവിടെ നിന്നാണ് വന്നത്? ഇറ്റാലിയൻ കുടുംബങ്ങളിൽ നിന്നാണ് വന്നത്. ഓക്കെ. അടുത്ത സാമൂഹ്യ വിഭാഗമാണ് നൈറ്റുകൾ അഥവാ അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ തന്നെയാണ് നൈറ്റുകൾ എന്നും അറിയപ്പെടുന്നത്. അവർ 2 പേര് അറിയപ്പെടുന്നുണ്ട്. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ നൈറ്റുകൾ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നൈറ്റുകൾ എന്നറിയപ്പെടുന്ന അശ്വാരൂഢരാണ് സമൂഹത്തിലെ 2ാമത്തെ ശക്തവും സമ്പന്നമായ വർഗം. മിക്ക നൈറ്റുകളും അല്ലെങ്കിൽ മിക്ക അശ്വാരൂഢ വിഭാഗ പ്രമുഖരും ഭൂമിയുടെ ഉടമകളായിരുന്നു. അവരും എന്തായിരുന്നു? ഭൂമിയുടെ ഉടമകളായിരുന്നു. അന്തിമ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് സെനറ്റർമാരും നൈറ്റുകളും ലയിച്ചു ചേർന്ന ഒരു ഏകീകൃത കുലീന വിഭാഗമായി മാറി. അതായത് റോമൻ സാമ്രാജ്യത്തിന് 2 കാലഘട്ടമുണ്ട്, അന്തിമവും ആദിമവും. അന്തിമ റോമൻ സാമ്രാജ്യത്തെ കാലഘട്ടത്തിൽ ഈ സെനറ്റർമാരും അശ്വാരൂഢ പ്രമുഖരായ നൈറ്റുകളും എന്തായി? ഒരുമിച്ച് ചേർന്ന ഒരു ഏകീകൃത കുലീന, അതായത് ഒരു ഒത്തൊരുമപ്പെട്ട ഒരു ടീമായി മാറുക ഉണ്ടായി. അടുത്ത 3ാമത്തെ സാമൂഹ്യ വിഭാഗമാണ് മധ്യവർഗം എന്ന് പറയുന്നത്. ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം, സൈന്യം എന്നിവയിലെ ഉദ്യോഗസ്ഥർ, സമ്പന്ന വ്യാപാരികൾ, കർഷകർ എന്നിവരാണ് മധ്യവർഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ആദരണീയരായ ഈ മധ്യവർഗം സെനറ്റ് പോലെയുള്ള മഹാസഭകളുടെ കക്ഷികളായിരുന്നു. അതായത് സെനറ്റുകളെ എന്ത് ചെയ്യുന്നു? ഇവർ പരിപാലിച്ചു പോന്നിരുന്നു, അല്ല, അവർക്ക് വേണ്ട സേവനങ്ങളും സഹായങ്ങളും ചെയ്തിരുന്നു ഈ മധ്യവർഗം എന്ന് പറയുന്നത്. 4ാമത്തെ സാമൂഹ്യ വിഭാഗമാണ് കീഴാള വർഗം. അവർ ഹ്യൂമിലിയോറസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹ്യൂമിലിയോറസ് എന്നറിയപ്പെടുന്ന കീഴാള വർഗത്തിൻ്റെ സ്ഥാനം മധ്യവർഗത്തിന് താഴെയായിരുന്നു. ഗ്രാമങ്ങളിലെ പണിക്കാർ, വ്യവസായങ്ങളിലെയും ഖനികളിലെയും തൊഴിലാളികൾ, കുടിയേറ്റക്കാരായ തൊഴിലാളികൾ, സ്വയം തൊഴിൽ ഏർപ്പെട്ടിരുന്ന കൈവേലക്കാർ, താൽക്കാലിക തൊഴിലാളികൾ തുടങ്ങിയവരാണ് നമ്മുടെ കീഴാള വർഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇനി ലാസ്റ്റത്തെ സാമൂഹ്യ വിഭാഗമാണ് എന്ത്? അടിമകൾ അഥവാ സ്ലേവ്സ് എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമായിരുന്നു അടിമകൾ. ആയിരക്കണക്കിന് അടിമകൾ റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടി നോക്കാം. റോമാ സാമ്രാജ്യത്തിലെ സാമൂഹ്യ ശ്രേണികൾ അല്ലെങ്കിൽ സാമൂഹ്യ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെനറ്റർമാർ, അശ്വാരൂഢ വർഗത്തിലെ അല്ലെങ്കിൽ അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ, മധ്യവർഗം, അടുത്തതാണ് കീഴാള വർഗം, അടുത്തതാണ് അടിമകൾ. അങ്ങനെ പറയുന്ന 5 വിഭാഗമാണുള്ളത്. ഇവരെ ടാസിറ്റസ് ആണ് തിരിച്ചത് എന്നൊക്കെ ഓർക്കുക. അവരുടെ സവിശേഷതകളും പഠിക്കുക. അതാണ് ആ ഭാഗത്തുനിന്ന് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ്
അന്തിമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ ഭരണ പരിഷ്കാരങ്ങൾ. അന്തിമ സാമ്രാജ്യം. ഓക്കെ. ലൈറ്റ് എംപയർ അഥവാ ലൈറ്റ് ആൻറ്റിക്വിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ അന്തിമ കാലഘട്ടത്തെ അന്തിമ പുരാതന കാലം എന്ന് വിളിക്കുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ അന്തിമ സാമ്രാജ്യം അല്ലെങ്കിൽ അന്തിമ പുരാതന കാലഘട്ടം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 4-ാം നൂറ്റാണ്ട് സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ അസ്വസ്ഥതകളുടെ ഒരു കാലഘട്ടമായിരുന്നു. സാംസ്കാരിക തലത്തിൽ ഈ കാലഘട്ടം മതജീവിതത്തിൽ സുപ്രധാനമായ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് 2 ചക്രവർത്തിമാരുടെ സവിശേഷതകൾ. അല്ലെങ്കിൽ 2 ചക്രവർത്തിമാർ ഈ അന്തിമ റോമ സാമ്രാജ്യത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 2 ചക്രവർത്തിമാരായിരുന്നു ഡയോക്ലീഷ്യനും അതേപോലെ തന്നെ കോൺസ്റ്റന്റൈനും. ഇവർ രണ്ടുപേരും റോമ സാമ്രാജ്യത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലാദ്യം നമുക്ക് ഡയോക്ലീഷ്യൻ്റെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റി നോക്കാം. രാഷ്ട്രത്തിൻ്റെ ഘടനയിലും വൻ മാറ്റങ്ങൾ ഉണ്ടായി. ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തിയാണ് രാഷ്ട്രത്തിൻ്റെ ഘടനയിൽ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അമിതമായ സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായ അസൗകര്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തി സ്വീകരിച്ചു. തന്ത്രപരമായും സാമ്പത്തികമായും പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സാമ്രാജ്യത്തിൻ്റെ നീളം അദ്ദേഹം വെട്ടിക്കുറച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവിശ്യകളുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ നീളം ഈ ഡയോക്ലീഷ്യൻ ചക്രവർത്തി വെട്ടിക്കുറച്ചു. അതേപോലെ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം പ്രവിശ്യകളുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ അതിരുകൾ അദ്ദേഹം വീണ്ടും പുനഃസംഘടിപ്പിച്ചു. അതേപോലെ തന്നെ ആ അതിർത്തികളെ അദ്ദേഹം എന്ത് ചെയ്തു? കോട്ട കെട്ടി സംരക്ഷിച്ചു. അതിർത്തികളെ ഈ ഡയോക്ലീഷ്യൻ ചക്രവർത്തി കോട്ട കെട്ടി സംരക്ഷിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഈ സൈനിക കമാൻഡർമാരെ എന്ത് ചെയ്തു? അവർക്ക് സ്വയംഭരണാധികാരം നൽകുകയും അവരെ ഡ്യൂക്കുകൾ എന്നൊക്കെ അദ്ദേഹം വിളിച്ചു. അപ്പം അദ്ദേഹം എന്താണ് ചെയ്തത്? സാമ്രാജ്യത്തിൻ്റെ നീളം വെട്ടിക്കുറച്ചു, അതിർത്തികളെ പുനഃസംഘടിപ്പിച്ചു, അതിർത്തികളെ കോട്ട കെട്ടി സംരക്ഷിച്ചു. പിന്നെ എന്ത് ചെയ്തു? സൈനിക കമാൻഡർമാർക്ക് സ്വയംഭരണാധികാരം നൽകുകയും അവരെ ഡ്യൂക്കുകൾ എന്ന് വിളിക്കുകയും ചെയ്തു. അടുത്ത ചക്രവർത്തിയാണ് നമ്മുടെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ്? ഡയോക്ലീഷ്യൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ നമ്മളിപ്പോൾ പറഞ്ഞു ഡയോക്ലീഷ്യൻ ചക്രവർത്തി. നമുക്ക് പറയാനുള്ളതാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്തു മതത്തെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി പ്രഖ്യാപിച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതത്തെ പ്രചരിപ്പിച്ചു. അതേപോലെ തന്നെ സോളിഡസ് എന്ന നാണയം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറത്തിറക്കി. സോളിഡസ് പണ്ടുമായിട്ട് ചോദിക്കും, സോളിഡസ് എന്ന നാണയം പുറത്തിറക്കിയത് ആരാണെന്ന്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അതേപോലെ തന്നെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സാമ്രാജ്യത്തിൻ്റെ 2-ാം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ സ്ഥാപിച്ചു. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിളിനെ സാമ്രാജ്യത്തിൻ്റെ 2-ാം തലസ്ഥാനമാക്കി പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ എന്ത് ചെയ്തു? ഗ്രാമങ്ങളിൽ എണ്ണ മില്ലുകൾ, സ്ഫടിക ഫാക്ടറികൾ തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങളിൽ ചക്രവർത്തി നിക്ഷേപം നടത്തുകയും പുതിയ സാങ്കേതിക വിദ്യകൾ, ബിരിയാണി യന്ത്രം, ജലമില്ല് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം ഈ ഭാഗത്ത് നിങ്ങൾ മെയിനായിട്ടും പഠിക്കേണ്ടത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെയും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെയും ഭരണ പരിഷ്കാരങ്ങളാണ്. അപ്പം ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ 3-ാമത്തെ ചാപ്റ്ററിൽ. വളരെ നമുക്ക് അധികം അങ്ങനെ കഷ്ടമില്ലാത്ത ഒരു ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് പുറകെ വരുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം.